ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, the direction of magnetic field line is from north pole to south pole outside the magnet and south pole to north pole inside the magnet. നമ്മളിത് നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റാണ്. നമ്മുടെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മാഗ്നറ്റ്. നോർത്ത് പോളുമുണ്ട്, സൗത്ത് പോളുമുണ്ട്. പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ. പക്ഷേ അത് ഉള്ളിൽ കൂടി സൗത്തിൽ നിന്ന് നോർത്തിൽ തന്നെ വന്ന് അവസാനിക്കും. ഒരു മാഗ്നറ്റിൻ്റെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും ഡയറക്ഷൻ. പക്ഷേ ആ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളുടെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. അതാണ് ആദ്യത്തെ പോയിന്റ്. ഒന്നും കൂടി വായിക്കാം. ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ പുറമെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഇനി ആൻഡ് സൗത്ത് പോൾ ടു നോർത്ത് പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കൂടി അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. ആദ്യത്തെ പോയിന്റുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ പോയിന്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം കണ്ടിന്യൂവസ് ആൻഡ് എൻഡ്ലെസ് ക്ലോസ്ഡ് ലൂപ്സ്. കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കണ്ടിന്യൂവസിൻ്റെയും എൻഡ്ലെസ്സിൻ്റെയും മീനിങ് ഏകദേശം ഒന്ന് തന്നെയാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായി എന്നാണ് അർത്ഥം. എൻഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ലാത്തത് എന്നാണ് അർത്ഥം. അതായത് നോർത്ത് പോളിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എവിടെ വന്ന് അവസാനിക്കും? കറങ്ങി തിരിഞ്ഞ് അത് സൗത്തിൽ വന്ന് അവസാനിക്കും. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരിക്കലും ഇടയിൽ ബ്രേക്കുകൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. കൃത്യമായിട്ട് കണ്ടിന്യൂവസ് ആയിട്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്ന് അവസാനിക്കുക. അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. കണ്ടിന്യൂവസ് ലൈനാണ്. എൻഡ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നോർത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇൻഫിനിറ്റിയിലൊന്നും പോയി അവസാനിക്കുകയില്ല. നേരെ എത്രത്തോളം മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എവിടെ വന്ന് അവസാനിക്കും? സൗത്തിൽ വന്ന് അവസാനിക്കും. അതായത് എൻഡ്ലെസ് ആണ്. ഓക്കെ. ഇനി നോർത്തിൽ നിന്ന് പോയി സൗത്തിൽ വന്നത് അവസാനിച്ചു. പക്ഷേ ഉള്ളിൽ അത് സൗത്തിൽ നിന്ന് പുറപ്പെട്ട് നോർത്തിൽ വന്ന് അവസാനിക്കും. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് ലൂപ്സ് ആണ്. ഓക്കെ. എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളും നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ വന്ന് അവസാനിക്കുന്നു. ഉള്ളിൽ കൂടി അത് സൗത്തിൽ നിന്ന് നോർത്തിൽ വന്ന് അവസാനിക്കുന്നു. തുടങ്ങിയ സ്ഥലത്ത് തന്നെ അത് അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ക്ലോസ്ഡ് ലൂപ്പാണ്, കണ്ടിന്യൂവസ് ആണ്, എൻഡ്ലെസ് ആണ്. ഓക്കെ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. ഇനി the relative closeness of magnetic field lines gives the strength of the magnetic field at that region. അതായത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ക്രൗഡഡ് ആയത് ഏത് ഭാഗത്തായിരിക്കും? ഈ പോളുകളിലായിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ കണ്ട ഒരു ഫിഗറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ പോളിൻ്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ക്രൗഡഡായി നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഗ്യാപ്പ് വളരെയധികം കുറവായിരിക്കും. അത്തരത്തിലുള്ള റീജിയൻ എന്ന് പറയുന്നത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് റീജിയൻ ആയിരിക്കും. ഞാൻ രണ്ട് ചെറിയ റീജിയനുകൾ വരയ്ക്കാം. ഇതിപ്പോൾ ഒരു റീജിയൻ ആണെന്ന് വിചാരിക്കുക. വളരെ അടുത്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ. ഓക്കെ. മറ്റൊരു റീജിയൻ വരയ്ക്കാം. വളരെ അകലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ. ഓക്കെ. ഇതൊന്നാമത്തെ റീജിയനാണ്. 3 ലൈനുകളുണ്ട്. രണ്ടാമത്തെ റീജിയൻ ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ്. പക്ഷേ 2 ലൈനുകളേ ഉള്ളൂ. 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ തമ്മിലുള്ള ആ ഒരു ക്ലോസ്നെസ് ഇവിടെ കുറവാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കുറച്ച് നീങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണ്. ആദ്യത്തെ കേസിൽ വളരെയധികം ക്ലോസ്ലി പാക്ക്ഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വളരെയധികം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ സിസ്റ്റത്തിൽ വളരെ അകന്നിട്ടാണ് രണ്ടാമത്തെ സിസ്റ്റത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സിസ്റ്റത്തിലായിരിക്കും സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, രണ്ടാമത്തെ സിസ്റ്റത്തിൽ വീക്ക് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വളരെയധികം ക്ലോസർ ആണെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും,
വളരെയധികം അകന്നാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡുമായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കുക പോൾസിലായിരിക്കും ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ക്രൗഡഡായി കാണാൻ സാധിക്കുക. അതായത് പോൾസിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് അനുഭവപ്പെടുക. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി. റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ റീജിയൻ. ഒരു റീജിയനിൽ വളരെയധികം ക്ലോസ്ലി പാക്കഡ് ആണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വളരെയധികം ക്ലോസ്ലി പാക്കഡ് ആണെങ്കിൽ ആ റീജിയനിലെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡും വളരെയധികം അകന്നിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ നിങ്ങൾ കാണുന്നതെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് വളരെയധികം വീക്കറും ആയിരിക്കും. ഇനി അടുത്ത പ്രോപ്പർട്ടി, ദ ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ അറ്റ് എ ഗിവൺ പോയിന്റ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇത് നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇതൊരു ബാർ മാഗ്നറ്റാണ്. നോർത്ത് പോളും സൗത്ത് പോളുമുള്ള ഒരു ബാർ മാഗ്നറ്റ്. ആ ബാർ മാഗ്നറ്റിൻ്റെ പുറമേ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിനെ വരച്ചിട്ടുണ്ട്. രണ്ടെണ്ണം വരച്ചിട്ടുണ്ട്, ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയുമായി വരച്ചിട്ടുണ്ട്. പുറത്തായതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പുറത്ത് വരച്ചിരിക്കുന്നതുകൊണ്ട് ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. കൃത്യമായി അതിൻ്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തിട്ടുണ്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇനി പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അതേ പിയിൽ കൂടി പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ബാർ മാഗ്നറ്റ് ആയതുകൊണ്ട് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നിർബന്ധമായും ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു പോയിന്റിലെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിൽ കൂടി കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ അതേ പോയിന്റിൽ തന്നെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ പി എന്ന് പറയുന്ന പോയിന്റിൽ വരച്ചിരിക്കുന്ന ടാൻജൻ്റാണ്. ആ ടാൻജൻറ്റ് നമുക്ക് എന്ത് കാണിച്ചു തരും? അതേ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തരും. അതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി, ദ ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻ. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ആ ഫീൽഡ് ലൈനിൽ ഞാനൊരു ടാൻജൻറ്റ് വരച്ചിരിക്കുന്നു അറ്റ് എ ഗിവൺ പോയിന്റ്. നമ്മുടെ കയ്യിലുള്ള പോയിന്റ് പി ആണ്. പി എന്ന് പറയുന്ന പോയിന്റ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിലാണ്. അതേ പോയിന്റിൽ ഞാൻ വരച്ചിരിക്കുന്ന ടാൻജൻറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഒരു പോയിന്റ് എടുത്ത് ആ പോയിന്റിൽ ഞാൻ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതേ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം, ദ ഫീൽഡ് ലൈൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. അതായത് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല, രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. എന്താണ് അതിൻ്റെ കാരണം? ഞാൻ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വരച്ചിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ്. ഒരു കർവായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് എ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഇത് ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകളും പി എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഒരിക്കലും അത് സാധ്യമല്ല. എങ്കിൽ കൂടി എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് പറയുന്നതിനായി രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ പി എന്ന് പറയുന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതേ പോയിന്റിൽ നമുക്ക് രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. നോക്കുക, എ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുമായി ബന്ധപ്പെട്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ ഞാനൊരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് അതേ പോയിന്റിൽ തന്നെ ഞാൻ മറ്റൊരു ടാൻജൻറ്റും വരച്ചിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ടാൻജൻ്റാണ്. എ എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള ടാൻജൻറ്റ് ഞാൻ എ എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. ബിയുമായി ബന്ധപ്പെട്ട ടാൻജൻറ്റിന് ഞാൻ ബി എന്ന് പറയുന്ന പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരേ പോയിന്റിൽ രണ്ട് ടാൻജൻറ്റുകൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു പോയിന്റിൽ രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ സാധിക്കും എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഒരേ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ പോസിബിളാണ്. നടക്കുന്ന കാര്യമല്ല, അത് പ്രാക്ടിക്കലി പോസിബിളുമല്ല.
ഒരു പോയിന്റിൽ രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ സാധിച്ചാൽ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. അതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ദ ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. അല്ലെങ്കിൽ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അവസാനത്തെ രണ്ട് പ്രോപ്പർട്ടീസ്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സെക്കൻഡ് ലാസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഒരു പോയിന്റിൽ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതേ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, ദ ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ. ഒരിക്കലും രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ കൂട്ടിമുട്ടുകയില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല. ചെയ്തു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അതേ പോയിന്റിൽ രണ്ട് ടാൻജൻറ്റുകൾ വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ മീനിങ് ഒരേ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ തമ്മിൽ കൂട്ടി മുട്ടുകയില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുകയില്ല.